ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഫുൾ ഓഫ് കെമിസ്ട്രി. ദിസ് ഈസ് മൊബീന. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്ന വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സ്പെക്ട്രോസ്കോപ്പി ആണ്. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും വിത്ത് ഡിസ്കഷനാണ്. സോ എല്ലാവരും വാച്ച് ചെയ്യുക. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ ന്യൂക്ലിയർ കെമിസ്ട്രി ചാപ്റ്റർ ഉണ്ടായിരുന്നു, പിന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാവരും ഫുൾ ഓഫ് കെമിസ്ട്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. First question, when the Mossberg effect will occur, find to which phenomenon this effect is related. The answers: Mossberg effect is most likely to occur if the gamma ray energy is small, the temperature of the crystal source is small, the Debye temperature of the crystalline is high. The Mossberg effect is related to resonance fluorescence of gamma rays. ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, സെൻറ്റൻസുള്ള ക്വസ്റ്റ്യൻസൊക്കെ ട്രൂ ഓർ ഫോൾസ് ആയിട്ട്, അല്ലെങ്കിൽ വൺ സെൻറ്റൻസ് നെക്സ്റ്റ് സെൻറ്റൻസിൻ്റെ റീസൺ ആണ്, അല്ലെങ്കിൽ റീസൺ അല്ല, അല്ലെങ്കിൽ റോങ് സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെയൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും ഇതുപോലെയുള്ളത് വായിച്ചു വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. വിത്ത് പോളി ആറ്റോമിക് മോളിക്യൂൾസ് വിത്ത് moment of inertia. So we can see the answer. 1 IB equals IC and IA equals 0, which is an example for HCN linear. 2 IA equal to IB equal to IC. Answer is methane, spherical top. 3 IA less than IB equal to IC. The answer is CH3Cl, prolate symmetric top. 4 IA equal to IB less than IC. The answer is benzene, oblate symmetric top. 5 IA not equal to IB not equal to IC. The answer is water, asymmetric top. Next 4 കോളം തന്നിട്ടുണ്ട്. അതിൽ മോളിക്യൂൾ, നമ്പർ ഓഫ് ആറ്റംസ്, ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ആൻഡ് നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ. ഇപ്പോൾ ഫില്ല് ചെയ്യേണ്ടത് നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണ്. ഇപ്പോൾ ഫസ്റ്റത്തത് H2O2 HCl, നമ്പർ ഓഫ് ആറ്റംസ് 2, ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 6. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ കാണുന്നത് ഇക്വേഷൻ 3n-5 ആണ് വരിക. അതായത് ലീനിയർ മോളിക്യൂളിന് 3n-5 ആണ്. n ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് ആറ്റം ആണ് n. സോ 3 × 2 6 - 5 ഈക്വൽ ടു 1. Second molecule, sulfur dioxide, water, which are non-linear. The number of atoms 3, that is n is 3. Total degree of freedom 3n, 3 × n 9. And number of modes of vibration, ഇത് non-linear ആയതുകൊണ്ട് number of modes of vibration 3n-6 ആണ്. So 9 - 6 equal to 3. Third, carbon dioxide and nitrous oxide, which is linear. Number of atom n is 3. Total degree of freedom is 3n, 3 × 3 9. And number of modes of vibration 3n-5. So it is 4. 9 - 5 4. Fourth one, acetylene. Number of atoms 4. നമുക്കറിയാലോ CH ട്രിപ്പിൾ ബോണ്ട് CH. ആൻഡ് ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 3n, 3 × 4 12. ആൻഡ് നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ലീനിയർ ആയതുകൊണ്ട് 3n-5. സോ 12 - 5 is 7. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഫില്ല് ചെയ്യാനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ നമ്പർ ഓഫ് ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡവും ഫില്ല് ചെയ്യാൻ തരാം. ആ ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എപ്പോഴും 3n ആയിരിക്കും. ഇനി മോളിക്യൂൾ ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്നനുസരിച്ചാണ് നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷന് ചേഞ്ച് ചെയ്യുക. ലീനിയർ ആണെങ്കിൽ 3n-5ഉം നോൺ ലീനിയർ ആണെങ്കിൽ 3n-6ഉം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് വൈബ്രേഷണലിൻ്റെ ട്രാൻസിഷൻ്റെ സെലക്ഷൻ റൂളാണ്. സോ ആൻസർ ഡയറക്റ്റ് എഴുതിയിട്ടുണ്ട്. വൈബ്രേഷണൽ ആണെങ്കിൽ Δν ±1. ഇഫ് ഇറ്റ് ഈസ് പ്യുവർ റൊട്ടേഷണൽ ഫോർ എ ലീനിയർ മോളിക്യൂൾ, ΔJ equals ±1. NMR spectroscopy, ΔML ±1. And EPR spectroscopy, ΔMS ±1. What are the commonly used radioactive isotopes employed for Mossberg effect?
അപ്പോൾ ഏതൊക്കെയാണ് കോമൺലി യൂസ്ഡ് ഐസോട്ടോപ്സ്? മോസ്ബെയർ സ്പെക്ട്രലിൽ യൂസ് ചെയ്യുന്നത് അയൺ 57, സിങ്ക് 67 ആൻഡ് ടിൻ 119. അപ്പോൾ അത് ഓർത്ത് വെക്കുക, മാസ് നമ്പർ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഇൻ പോളിയാറ്റോമിക് മോളിക്യൂൾസ്. There are 3 types of transition: sigma 2 sigma star, pi 2 pi star and n2 pi star. In sigma 2 sigma star transition, the wavelength lies in ultraviolet or far ultraviolet region, as sigma electrons are held more firmly in the molecule. In pi 2 pi star transition, the wavelength lies in near UV region and visible region. And in n2 pi star transition, the wavelength lies in visible region of light. Normally they are very weak intensities, as their excitation involves different region of the molecule. Next ഒരു problem ആണ്. What magnetic field strength must be applied to a free proton for spin transitions to occur at 60 MHz? Y is given 26.7522 into 10 raised to 7 for proton. അപ്പോൾ നമുക്ക് ബിയുടെ ഇക്വേഷൻ അറിയണം. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ബി ഈക്വൽ ടു 2 pi nu by y. So 2 pi 2 into 3.14 into nu is given 60 into 10 raised to 6, 60 MHz തന്നിട്ടുണ്ടായിരുന്നു. ഡിവൈഡഡ് ബൈ y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 1.41 ടെസ്ല കിട്ടി. Next question, give the expression relating rotational constant b to the moment of inertia. If b is 10 cm inverse, give the rotational energy levels of this molecule in centimeter inverse for rotational quantum numbers j equals 0, 1, 2, 3. അപ്പോൾ നമുക്ക് ബിയുടെ ഇക്വേഷൻ അറിയണം. ബി ഈക്വൽ ടു h by 8 pi square I, which is equal to 10. It is given. So E rotational is j into j plus 1 into h by 8 pi square I. അപ്പോൾ h by 8 pi square Iക്ക് 10 കൊടുക്കുക. പിന്നെ ഡിഫറെൻറ്റ് ലെവൽ ചോദിച്ചിട്ടുണ്ട്. ജെ 0 ആവുമ്പോഴുള്ള വാല്യൂ ആൻഡ് 1, 2, 3 ഈ 4 ലെവലിലുള്ള വാല്യൂ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പുട്ട് ജെ ഈക്വൽ ടു 0. സോ ഈ റൊട്ടേഷണൽ ഈക്വൽ ടു 0 into 0 plus 1 into 10, which is 0. When j is 1, e rotational is 1 into 1 plus 1 into 10, so it is 20. When j equal to 2, e rotational is 2 into 2 plus 1 into 10, which is 60 centimeter inverse. For j equal to 3, e rotational is 3 into 3 plus 1 into 10, which is 120 centimeter inverse. അപ്പോൾ നമ്മൾ ബിയുടെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. h by 8 pi square I and the rotational energy equal to j into j plus 1 into h by 8 pi square I. Next is match the following. Column 1 contain methods and column 2 contain lifetimes. So we can see the answer. NMR 10 raised to minus 1 to 10 raised to minus 5 second. ESR 10 raised to minus 4 to 10 raised to minus 8 second. Mossbaer iron 10 raised to minus 7. For IR and Raman line shapes 10 raised to minus 11 second. And photoelectron spectroscopy 10 raised to minus 18 seconds. ഇത്രയും ലൈഫ് ടൈംസ് ഓർത്ത് വെക്കുക. Calculate Jmax for a rigid diatomic molecule for which at 300 Kelvin the rotational constant is 1.566 cm inverse. അപ്പോൾ ജാമാക്സ് എന്താണെന്ന് അറിയണം. അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. √KT/2hCb minus half. √KT/2hCb minus half. K is a constant, Boltzmann constant, 1.38 into 10 raised to minus 23. Temperature is given 300 Kelvin divided by 2 into Planck's constant, 6.62 into 10 raised to minus 34 into c velocity of light, 3 into 10 raised to 10, and B is given rotational constant 1.566, all raised to half minus half. So it is a 8. The value is 8.
The selection rules for spectral transitions in atomic spectra are delta n is 1, 2, 3, 4, etc. and delta L is plus or minus 1. Using these selection rules, determine which of the following transitions are allowed and which are forbidden. ഇപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 1s2 2p 2s2 3s 2p2 3s 3d2 4f 4p2 5f and 3p2 3d. അപ്പോൾ നമുക്ക് സെലക്ഷൻ റൂൾ അറിയണം ട്രാൻസിഷൻ്റെ. അത് ക്വസ്റ്റ്യനിൽ തന്ന കാരണം എളുപ്പമാണ്. ഇപ്പോൾ ഡെൽറ്റ എൻ 1 2 3 4 ആവാം. അതുപോലെ തന്നെ ഡെൽറ്റ എൽ എന്ന് വെച്ചാൽ ഷെല്ലിൻ്റെ വാല്യൂ SPDF ആണ്. എസ് എന്ന് പറയുന്നത് L 0 ആവും. P is L equal to 1, D is L equal to 2 and F is L is 3. അപ്പോൾ അതിൻ്റെ ചേഞ്ച് ട്രാൻസിഷൻ്റെ ചേഞ്ച് ഡെൽറ്റ L ആണെങ്കിൽ പ്ലസ് ഓർ മൈനസ് 1. അപ്പോൾ ഫോർ എക്സാമ്പിൾ എസ്സിൽ നിന്ന് പിയിലേക്ക് ആവാം, പിയിൽ നിന്ന് എസ്സിലേക്കും ആവാം. അതാണ് -1 ഉദ്ദേശിക്കുന്നത്. എസ്സിൽ നിന്ന് പി എന്ന് പറയുമ്പോൾ +1ഉം പിയിൽ നിന്ന് എസ് എന്ന് പറയുമ്പോൾ -1. അപ്പോൾ സെയിം ഷെല്ലിലേക്ക് പറ്റില്ല. അപ്പോൾ ഡെൽറ്റ L 0 ആവുമല്ലോ. S2 S, അതുപോലെ P2 P, D2 D, അത് ഫോർബിഡൻ ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അലൗ ട്രാൻസിഷൻ വരുന്നത് A, C, D and F. Forbidden transitions are B and E. Next is the match the following. Match the techniques with the regions. We can see the answer. Vibrational spectroscopy in IR region, electronic spectroscopy in ultraviolet visible, rotational spectroscopy in microwave region, Mossberg spectroscopy with gamma rays, nuclear magnetic resonance spectroscopy in radio frequency region. What is the value of nuclear magneton? ഇപ്പോൾ ചോദിക്കാറുണ്ട് ന്യൂക്ലിയർ മാഗ്നെറ്റോണും ബോർ മാഗ്നെറ്റോണും തമ്മിലുള്ള റിലേഷൻ. സോ μn is nuclear magneton which is equal to EH/4πmp. So we can substitute to get the value 1.6 into 10 raised to minus 19 into 6.62 into 10 raised to minus 34 divided by 4 into 3.14 into 1.67 into 10 raised to minus 27. The value is 5.05 into 10 raised to minus 27. So the nuclear magneton is 1/1836 times of Bohr magneton. Nuclear magneton is 1/1836 times of Bohr magneton. Next question. At a certain magnetic flux density, the frequency of the electromagnetic radiation that is absorbed or emitted by a sample containing protons is 220 MHz. What is the magnetic flux density? So we know that the equation for magnetic flux density B is h nu by Gn μn. Substitute. H is 6.62 into 10 raised to minus 34 into nu is given 220 into 10 raised to 6 divided by Gn is 5.585 and μn is 5.05 into 10 raised to minus 27. So the answer is 5.167 Tesla. On passing monochromatic light through a solution of 0.004 molar in a cell 20 mm thick, the intensity of the transmitted light was reduced by 50%. Calculate the molar extinction coefficient and give its unit. So according to Lambert-Beer's law, log I0 by I equal to epsilon CL. Epsilon is the molar absorbance extinction coefficient and C is the concentration in mole per liter and L is the path length in centimeter. So it is given that I by I0 equal to 1/2 or I0 by I equal to 2 and C is 0.004 molar, L is 2 centimeter. So substitute in the equation log 2 equal to epsilon into 0.004 into 2, from which we will get the value of epsilon, which is 37.625 per mole per centimeter. Calculate the NMR frequency
in megahertz of the proton in a magnetic field of intensity 1.4092 Tesla. Given that Gn equal to 5.585 and mu n equal to 5.05 into 10 raised to minus 27 joule per Tesla. അപ്പോൾ നമുക്ക് വേണ്ടത് ന്യൂ ആണ്. ന്യൂ ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു ജി എൻ മ്യൂ എൻ ബി ബൈ എച്ച്. അപ്പോൾ ജി എന്നും മ്യൂ എന്നൊക്കെ ഓൾറെഡി തന്നിട്ടുണ്ട്, ചിലപ്പോൾ അവർ തരില്ല. അപ്പോൾ നമ്മളിത് വാല്യൂ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജി എൻ മ്യൂ എൻ ബി ബൈ എച്ച് ഈക്വൽ ടു 5.585 ഇൻറ്റു 5.05 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 27 ഇൻറ്റു 1.4092 ഡിവൈഡഡ് ബൈ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് 6.62 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 34. The answer is 60 megahertz. This frequency lies in radio frequency region. Which one of the complex will exhibit lowest energy electronic absorption band? ഇപ്പോൾ 4 കോംപ്ലക്സ് തന്നിട്ടുണ്ട്. NiCl4 2 minus, NiH2O 6 times 2 plus, NiCN4 2 minus and nickel tetracarbonyl. അപ്പോൾ ആൻസർ വരുന്നത് നിക്കൽ ടെട്രാകാർബണൈൽ ആണ്, വിച്ച് ഹാസ് ലോവസ്റ്റ് എനർജി ഇലക്ട്രോണിക് അബ്സോർപ്ഷൻ ബാൻഡ്. ഇറ്റ്സ് ഷേപ്പ് ഈസ് ടെട്രാഹെഡ്രൽ. The shape of NiCl4 2 minus is squashed tetrahedral or buckled square planar, and the shape of NiH2O 6 times 2 plus is octahedral, and the shape of NiCN4 2 minus is square planar. The rotational spectrum of HI is found to contain a series of lines with a separation of 12.8 cm inverse. Calculate INR. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ 12.8 cm ഇൻവേഴ്സ്, അത് 1/λ തന്നിട്ടുള്ളത്. സോ C/λ കാണാം, which is 38.4 into 10 raised to 10, which is 2b. 2b equal to C/λ 38.4 into 10 raised to 10. അതിൽ നിന്ന് b കണ്ടുപിടിച്ചു, ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ b ഈക്വൽ ടു 19.2 into 10 raised to 10, which is also equal to h/8 pi square I. So from which I equal to h/8 pi square b. ഐയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 4.36 into 10 raised to minus 40 കിട്ടും gram centimeter square. So the relation between reduced mass and moment of inertia is mu equal to IR square. So അതിന് mu കണ്ടുപിടിച്ചു. Then R square is I by mu. Then R is 1.62 angstrom. Calculate the force constant for the bond in HCl from the fact that the fundamental vibration frequency is 8.667 into 10 raised to 13 per second. ഇപ്പോൾ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് K ആണ് കാണേണ്ടത്. ഇപ്പോൾ Kയുടെ ഇക്വേഷൻ അറിയാം, 4 pi square v square mu എന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഫണ്ടമെൻ്റൽ വൈബ്രേഷൻ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ഇവിടെ ഒമേഗ എന്ന് കൊടുത്തിട്ടുള്ളത്, അത് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. സോ മ്യൂ മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്. മ്യൂ ഈസ് ദ റിഡ്യൂസ്ഡ് മാസ്. മ്യൂ ഈക്വൽ ടു m1 m2 by m1 plus m2. m1 denote mass of hydrogen atom, m2 denote mass of chlorine atom. അപ്പോൾ ആദ്യം m1 കണ്ടുപിടിക്കുക, 1.008 divided by Avogadro number, and m2 is 35.5 divided by Avogadro number. So the reduced mass is m1 into m2 divided by m1 plus m2, which is equal to 1.6277 into 10 raised to minus 27 kilogram. ഇനി ഫോഴ്സ് കോൺസ്റ്റൻ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. K ഈക്വൽ ടു 4 pi square omega square mu, 4 into 3.14 square into omega is given 8.667 into 10 raised to 13 square into mu. Therefore the answer is 483.1 Newton per meter. Next question, among the singlet S, doublet D and triplet T electronic states, phosphorescence involves transition between options S and S, D and D, S and T, and T and T. The answer is
S and T. Phosphorescence എന്ന് വെച്ചാൽ T1 to S0 ആണ്. whereas fluorescence എന്ന് വെച്ചാൽ S1 to S0. Match the expressions of moments of inertia with tri- and polyatomic molecules giving rotational spectra. 1. Linear polyatomic molecules, that is carbon dioxide, IXS equal to IYY equal to 2mr square, IZZ equal to 0. 2. Spherical top molecules, methane CCl4, IXS equal to IYY equal to IZZ equal to 8 by 3 m1 r square. 3. Symmetric top molecules, example CH3Cl, ammonia, benzene. Answer is A. IXS equal to IYY not equal to IZZ. 4. Asymmetric tops, example water, sulfur dioxide. The answer B. IXS not equal to IYY not equal to IZZ. Next question. What are P, Q and R branches of rotational vibration spectrum? ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്. In the case of rotational vibration spectrum, for delta J equal to -1, which is the P branch, lines with a frequency lower than the fundamental frequency are obtained. ഇപ്പോൾ ഡെൽറ്റ ജെ -1 ആണ് P ബ്രാഞ്ച്. ലൈൻസ് വിത്ത് എ ഫ്രീക്വൻസി ലോവർ ദാൻ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആണ് കിട്ടുക. ഫോർ ഡെൽറ്റ ജെ ഈസ് +1, lines with a frequency greater than fundamental frequency are obtained. These lines are called R branch of the spectrum. For delta J equal to 0, which means that when a vibration transition occurs without being accompanied by rotational transition. Example in NO, delta nu is nu 0. That means a single line is expected in a center. In actual practice, as the rotational constants of the two vibrational levels are slightly different, a cluster of closely spaced lines appears at the center. This group of lines is called Q branch of the spectrum. When this type of transition is forbidden, example in case of HCl, a gap appears at the center. Among the following diatomic molecules, which one will show EPR signal? Lithium molecule, boron molecule, carbon molecule and nitrogen molecule. അപ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലാണ് EPR ആക്റ്റീവ് ആവുക. ഹിയർ boron molecule has 2 unpaired electrons in a bonding molecular orbital, so it show EPR signal. What are the selection rules for rotational and vibrational spectra? The restrictions applied on the transition are governed by certain rules called selection rules. If these rules are followed, the transition can take place and is called allowed transition. If these are not followed, transition cannot take place and it is called a forbidden transition. For pure rotational transition, the selection rule is delta J equal to ±1, where J is the rotational quantum number. Delta J +1 correspond to absorption, delta J -1 correspond to emission. Similarly, for pure vibrational transition, the selection rule is delta nu is ±1, where nu represent the vibrational quantum number. Next question, which of the following molecules give rotational spectra? H2, HCl, CH4, CH3Cl, COO2. So we have to know that the rotational spectra, to show the rotational spectra, the molecule possesses a permanent dipole moment. Here HCl, CH3Cl, CO will give rotational spectra because they possess permanent dipole moment. ബാക്കിയുള്ള H2, മീഥെയിൻ, അതുപോലെ തന്നെ O2നൊക്കെ എന്താണ് ഡൈപോൾ മൊമെൻറ്റ് പെർമനൻ്റ് അല്ല, അതുകൊണ്ട് അത് റൊട്ടേഷണൽ സ്പെക്ട്ര കാണിക്കില്ല. The percentage transmittance of an aqueous solution of disodium fumarate at 250 nanometer and 25 degrees Celsius is 19.2% for a 5 × 10⁻⁻⁴ mole per liter solution in a 1 centimeter cell. Calculate the absorbance A and the molar absorption coefficient epsilon.
അപ്പോൾ പ്രോബ്ലത്തിൽ എന്തൊക്കെ തന്നുള്ളതെന്ന് ആദ്യം എഴുതിയെടുക്കുക. ഇപ്പോൾ ലാംഡ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 250 നാനോമീറ്റർ. N% ട്രാൻസ്മിറ്റൻസ് തന്നിട്ടുണ്ട്. ദെൻ ലെങ്ത് ഓഫ് ദി ട്യൂബ് 1 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ അബ്സോർബൻസ് എ ഈസ് ലോഗ് I0/I. സോ I0 100 കൊടുത്തു. I എന്ന് പറയുന്നത് 19.2. സോ A is 0.717. So A is also equal to epsilon CL and epsilon equal to A/CL, which is equal to 0.717 divided by 1 into 5 into 10 raised to minus 4. So epsilon is 1.43 into 10 cube liter per mole per centimeter. Next question. Hydrogen molecule has one of the largest rotational constants. B is H/8 pi square IC 60 centimeter inverse for a diatomic molecule. Predict the spacing between lines in the rotational Raman spectrum indicated. So the spacing between two successive rotational lines in the Raman spectrum is 4 BE. അപ്പോൾ അത് ഓർത്ത് വെക്കുക, 4 BE ആണ്. BE തന്നിട്ടുണ്ട് 60. സോ 4 into 60 is 240 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് സ്പേസിങ്. അതിൽ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, predict the spacing between the same set of lines in the rotational Raman spectrum of HD. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ മോളിക്യൂളിന് പകരം ഹൈഡ്രജനും ഡ്യൂട്ടീരിയം കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്പേസിങ്, അപ്പോൾ അത് അറിയണമെങ്കിൽ നമുക്ക് റിഡ്യൂസ്ഡ് മാസ് കണ്ടുപിടിക്കണം. mu m1 m2 by m1 plus m2. അപ്പോൾ mu HH 0.5 ആണ്. കാരണം mu HH എന്ന് പറയുമ്പോൾ m1 m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് പറയുന്നത് 1 into 1 ഡിവൈഡഡ് ബൈ 1 plus 1 which is 1/2 equal to 0.5. mu HD വരുമ്പോൾ 1 into 2 ഡിവൈഡഡ് ബൈ 1 plus 2 equal to 2/3 equal to 0.66 വരും. So assume the internuclear distance in HH and HD to be approximately same. So I directly proportional to mu. So IHD divided by IHH equal to 0.666 divided by 0.5 equal to 1.33, and BE is directly proportional to 1 by I. So BE for HD is 60 into 1 by 1.33 equal to 45 centimeter inverse. Therefore 4 BE is 4 into 45 equal to 180 centimeter inverse. Thank you for watching. ഇനി നമുക്ക് നെറ്റിൻ്റെ സിലബസ് നോക്കിയിട്ട് അടുത്ത ചാപ്റ്ററിൻ്റെ വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക. എൻ്റെ ഫുൾ ഓഫ് കെമിസ്ട്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഞാൻ നെറ്റിൻ്റെ കൂടാതെ സെറ്റിൻ്റെയും ബാക്കി 10th +1 +2 ഒക്കെ കെമിസ്ട്രി ക്ലാസ് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വരും വീഡിയോയിൽ കാണാം. താങ്ക് യു.